കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ റൈറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് സർ ഓൺലൈൻ ഇതിന്റെ റേറ്റ് ഒന്ന് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ, ഫീസ് ഒന്ന് കുറയ്ക്കും സാർ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്ന മെസ്സേജുകൾ. ഹായ് മക്കളെ, നീറ്റ് 2022 എക്സാം എഴുതി കഴിഞ്ഞ് ഒരുപാട് മെസ്സേജുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്നത്. സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ കണ്ടു പഠിച്ചവരും, സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിലുള്ളവരും, സൈലത്തിന്റെ ധീര ബാച്ചിലുള്ളവരും, സൂപ്പർ കിങ്സ് അങ്ങനെ ഓൺലൈൻ ബാച്ചുകളിലുള്ളവർ ഉൾപ്പെടെ എല്ലാ മെസ്സേജുകളും ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പേഴ്സണൽ കോൾസും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും പറയുന്ന സാർ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തത് ആദ്യം തന്നെ വന്ന ബയോളജിയിൽ ഉണ്ടായ കുറെ ലെങ്തി പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ്. കുറെ ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരുന്നു. സോ 1.5 hours ഓഫ് ടൈം വരെ അത് കൺസ്യൂം ചെയ്തു ബയോളജി എന്ന് പറയുന്നത്. സോ ഇപ്പൊ നോർമൽ വിചാരിച്ച രീതിയിലല്ല. ബിക്കോസ് ബയോളജിയുടെ ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 90 ചോദ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് സില്ലി മിസ്റ്റേക്സ്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോഴുള്ള കൺഫ്യൂഷൻസ് കൊണ്ട് കുറെ മാർക്ക് എന്ത് ചെയ്തു, കുറഞ്ഞു. വിചാരിച്ചത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് സൈലത്തിന്റെ ക്ലാസ്സുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് സൈലത്തിന്റെ ക്ലാസ്സുകളായിരുന്നു ദ നമ്പർ 1 ക്ലാസ് എന്ന് പറയുന്നത്. ഇത്രത്തോളം കോൺസെപ്റ്റുകളെ അത്രത്തോളം ഡീപ്പിലി നിങ്ങളിലേക്ക് എത്തിക്കാറായിട്ട് സൈലത്തിന്റെ 10 days ചലഞ്ചിലും അടുത്ത ദിവസങ്ങളിൽ വന്ന ക്ലാസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവരെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതുപോലത്തെ നല്ല ക്ലാസ്സുകളാണ് സൈലം പ്രൊവൈഡ് ചെയ്തെന്നൊക്കെ ഉള്ള മെസ്സേജുകളൊക്കെ കണ്ടു. അപ്പൊ മെസ്സേജുകളിലേക്ക് കൂട്ടത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് സാർ ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ വേണം, പക്ഷേ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് അത്രത്തോളം ഇനി മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരമില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ കണ്ടു. പിന്നെ ചിലർ പറയുന്നത് കേട്ടു റൈറ്റ് സോ സാർ എല്ലാം തീർന്നു റൈറ്റ്, എൻ്റെ ഒരു വർഷത്തെ ആ ഒരു കഷ്ടപ്പാടെല്ലാം ഒന്നുമില്ലാത്ത രീതിയിലായിപ്പോയി, കാര്യം ഇങ്ങനൊരു എക്സാം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ള കുറെ കമന്റുകളും മെസ്സേജുകളും ഒക്കെ കണ്ടു. സോ ഈ രണ്ടാൾക്കാരെയും ഇവിടെ എനിക്ക് പറയാനുള്ളത്, രണ്ടാമത്തെ ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല മക്കളെ, നിങ്ങൾക്ക് എപ്പോഴും ജയം അല്ലെങ്കിൽ എപ്പോഴും സക്സസ് മാത്രമാകില്ല ലൈഫിൽ. ചില സമയത്തൊക്കെ എന്ത് ചെയ്യും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അതിലെ നിങ്ങൾക്കൊരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു പരാജയം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇനി നിങ്ങൾ അതിലേക്കാണ്, അത് തന്നെയാണ് നിങ്ങളുടെ പാഷൻ, അത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതൊന്ന് ബയോളജി നിങ്ങൾ എന്താണ് സിമ്പിളായി കണ്ടെങ്കിൽ, അങ്ങനെ ഡീപ്പിലി ആരെങ്കിലും പോയിട്ടില്ല എങ്കിൽ സോ അങ്ങനെ കാണേണ്ട ഒരു സമയം, കാണേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ബയോളജി എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. സോ സൈലത്തിലെ ഒരുപാട് പേര് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ബയോളജി. അത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താണ് നമ്മുടെ DPP ആയാലും മൊഡ്യൂൾ എക്സാംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് അത്രയും രീതിയിൽ പെർഫോം ചെയ്ത കുട്ടികളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ചെയ്യാത്ത, അങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് ഒരു സ്ഥലത്തുനിന്ന് കിട്ടാത്ത കുട്ടികൾക്ക് റൈറ്റ് ഇത്തവണ ഒരുപാട് പേർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെയുള്ള കുട്ടികൾ റൈറ്റ് എനിക്ക് പറയാനുള്ള മക്കളെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഓരോ അനുഭവങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ സക്സസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത അവസരത്തിൽ വരാനിരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കിട്ടേണ്ട ഒരു കോളേജിനേക്കാൾ ഫാർ ബെറ്റർ ഒരു കോളേജ് നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾ മനസ്സിനെ ചിന്തിച്ച് ആ ഒരു ബെറ്റർ കോളേജിലേക്ക് എയിംസ് ഡൽഹി എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ആ ഏറ്റവും ടോപ്പ് ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങണം. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ വെറുതെ ഇരിക്കാം എന്നിട്ട് തുടങ്ങാമെന്നല്ല. അങ്ങനെയല്ല മക്കളെ, അടുത്ത തവണയും 18 ലക്ഷം പേര് പരീക്ഷ എഴുതും, അടുത്ത തവണയും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ ഇത്തവണ കിട്ടിയ മാർക്കിന്റെ കൂടെ എക്സ്ട്രാ മാർക്ക് കിട്ടിയാൽ പോരാ. ഫ്രം ദ ബിഗിനിങ് തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് തൊട്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് എത്രയാണോ എയിംസ് ഡൽഹിയിൽ എത്താൻ വേണ്ട 690+ ആണെങ്കിൽ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എത്തേണ്ടി വരും. അതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. അപ്പൊ ഈ പ്രിപ്പറേഷനിൽ അപ്പൊ നിങ്ങൾ ഒരു തരത്തിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ടീം സൈലത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ടീം സൈലം എന്ത് ചെയ്യും, ചെയ്യുക തന്നെ ചെയ്യും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള ചോദിച്ചവർക്ക് വേണ്ടി ഒരുപാട് സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകൾ സൈലം ലോഞ്ച് ചെയ്യാൻ പോവാണ്. മാത്രവുമല്ല സൈലത്തിന്റെ ധീര ബാച്ചിൽ 1000 കണക്കിന് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് ഫീസ് അടച്ച് അടുത്ത വർഷത്തേക്ക് തയ്യാറായി നിൽക്കുന്ന ആ കോഴ്സ് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് സർ ഓൺലൈൻ ഇതിന്റെ റേറ്റ് ഒന്ന് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ, ഫീസ് ഒന്ന് കുറയ്ക്കും സാർ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്ന മെസ്സേജുകൾ ഇന്നലെ നിങ്ങൾ കമന്റ് ബോക്സുകളിൽ കണ്ടിട്ടുണ്ടാവും. പല വീഡിയോയുടെ അടിയിലും എല്ലാ കമന്റ് ബോക്സിലും ഈ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ ടീം സൈലം ഡിസൈഡഡ്
to change the fees of Dira batch. Dira batch ന്റെ ഫീസ് കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ റൈറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യാത്ത 1 ഇയർ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ ഒരു കോഴ്സ് ഫീസിലേക്ക് Xylem Dira 2.0 എത്തിക്കാൻ പോവുകയാണ്. ഉടനെ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫീച്ചറുകളും കംപ്ലീറ്റ് ഫീസ് സ്ട്രക്ചറും നമ്മൾ ഈ ചാനലിൽ എത്തിക്കുകയാണ്. ഇതുവരെ ആരും കൊടുക്കാത്ത ഒരു ഫീസിൽ Dira batch Dira 2.0 Xylem നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുകയാണ്. ആൻഡ് സ്കോളർഷിപ്പ് ബേസ് ആൻഡ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾ എത്തിയിട്ടുള്ള ഏത് ലെവലാണോ ആ ലെവലിനെ നിങ്ങളെ എന്ത് ചെയ്യുന്നു അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എത്തിച്ചേർന്ന ആ ഒരു ലെവലിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം Xylem നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവാണ്. നിങ്ങൾ എഫേർട്ട് ഇട്ടതിന് നിങ്ങളുടെ കൂടെ Xylem കൂടെ ഉണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ മാർക്ക് 720 700+ എത്തിക്കാൻ വേണ്ട രീതിയിൽ തന്നെ Xylem നിങ്ങളോടൊപ്പം നിൽക്കും. നമ്മൾ തുടങ്ങുക തന്നെയാണ്. റെസ്റ്റ് എടുക്കുക അല്ല നമ്മളിൽ ചെയ്യാൻ പോകുന്ന കുറെ നാളത്തേക്ക്. നമ്മൾ നമ്മുടെ പരാജയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് തുടങ്ങാൻ പോവാണ്. ആ തുടക്കത്തിന്റെ ഭാഗമായുള്ള Dira 2.0 Dira 2.0യുമായിട്ട് Xylem ഉടനെ തന്നെ ഈ ചാനലിൽ എത്തുന്നതാണ്. സോ ഒരു ബിഗ് സർപ്രൈസുമായിട്ട് Xylem വരുന്നതാണ്. കാത്തിരിക്കുക, ടെൻഷൻ അടിക്കുക അല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം നല്ല സ്കോർ ചെയ്ത് ഒരുപാട് കുട്ടികളെ കണ്ടു. ആ ഒരുപാട് കുട്ടികൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്ത് ടാക്കിൾ ചെയ്ത് പോയി. ഇനി കിട്ടാത്തവർ സങ്കടപ്പെടുകയല്ല വേണ്ടത്. ആ പരാജയത്തിനെ മനസ്സിലാക്കി ആ തിരിച്ചറിവോടുകൂടി ആ എന്താണോ പറ്റിയ പോരായ്മ ആ പോരായ്മയെ നാളെ മുതൽ തന്നെ ഞാൻ തിരുത്തുമെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അപ്പൊ ജൂലൈ 25 തുടങ്ങുന്ന അടുത്ത ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പൊ ഞങ്ങൾക്കറിയാം അങ്ങനെ ഒരു ബാച്ചിന് കോഴ്സ് ഫീ വരുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തു. അപ്പൊ അവർ ഫീസ് അടച്ചതാണ്. ആ ഫീസൊക്കെ റീപേ ചെയ്യേണ്ടി വരും. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ്. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നാലും Xylemത്തിന് പ്രശ്നമല്ല. നിങ്ങൾ നമ്മളെ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾ നമ്മളോടൊപ്പം നിങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് Xylemത്തിനെ 1.5 കൊല്ലം കൊണ്ട് ഇങ്ങനെ നിർത്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാപ്തരാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പൊ നിങ്ങളെ നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് Xylemത്തിന്റെ ഒരു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ ഉത്തരവാദിത്തത്തിനെ ഏറ്റെടുത്തുകൊണ്ട് Xylem നിങ്ങളിലേക്ക് വരും. സോ ഇഫ് യു ആർ എ ഡ്രോപ്പർ പ്ലാനിങ് ടു റിപ്പീറ്റ് നെക്സ്റ്റ് ഇയർ ഒരു വർഷം കൊണ്ട് നേടുമെന്ന് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ Xylem വരുമണ മക്കളെ നിങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ കൂടെ നിന്ന് റൈറ്റ് പഠിപ്പിച്ച് എത്തിച്ചിരിക്കും. അത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ ചേർന്ന സ്ഥലത്തെ ഗൈഡൻസോ എന്തോ ആയിക്കോട്ടെ ആ ഗൈഡൻസിനുള്ള കുറവോ പോരായ്മയോ അതെല്ലാം നമ്മൾ പരിഹരിക്കുക തന്നെ ചെയ്യും. കൂടെ നിൽക്കും. ഓക്കെ. സോ Dira 2.0 ഒഫീഷ്യൽ ലോഞ്ചിനായിട്ട് കാത്തിരിക്കുക. ധീരയിലെ കോഴ്സ് ഫീസിലൊക്കെ വൻ സർപ്രൈസുകളാണ്, വൻ സ്കോളർഷിപ്പുകളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ എത്തുന്നതാണ്. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഗൈസ്.